ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോളിൻ്റെ രാജാവ് ഇതാ രാജ്യാന്തര മത്സരങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 9 വർഷമായി രാജ്യത്തിന് വേണ്ടി കിരീടങ്ങളില്ലായിരുന്നില്ല. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലാകട്ടെ കഴിഞ്ഞ ദിവസമാകട്ടെ നേഷൻസ് ലീഗ് ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 5-3 എന്ന സ്കോർ ലൈനിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ രാജ്യാന്തര കിരീടങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് രാജ്യാന്തര മത്സരങ്ങളിലെ 5 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു കിരീടം സ്വന്തമാക്കുന്നത്. തൻ്റെ പോർച്ചുഗൽ നാഷണൽ ടീമിന് വേണ്ടി തൻ്റെ 3ാം കിരീടമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ രാത്രി ഉയർത്തിയത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ 2016 യൂറോയും അതുപോലെ നേഷൻസ് ലീഗും ആദ്യം തന്നെ വിജയിച്ചിരുന്നു. ശേഷം ഇതാ ഇപ്പോൾ വീണ്ടും 2025 നേഷൻസ് ലീഗ് വീണ്ടും വിജയിച്ചുകൊണ്ട് 2026 ലോകകപ്പിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ അതിൻ്റെ തേരോട്ടം തുടരുകയാണ്. അപ്പോൾ മിന്നും പ്രകടനം തന്നെയാണ് പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. ലാമിൻ യമാൽ അടക്കമുള്ള യുവനിര അടങ്ങിയ സ്പെയിൻ നാഷണൽ ടീമിനെയാണ് പോർച്ചുഗൽ എന്ന നാഷണൽ ടീം തോൽപ്പിച്ചിരിക്കുന്നത്. കളിയിലെ താരമെന്ന് പറയുന്നത് ന്യൂനോ മെൻഡിസ് ആയിരുന്നു. ആദ്യ ഗോളും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു പോർച്ചുഗലിന് വേണ്ടി. ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലിന് വേണ്ടി സ്കോർ ചെയ്തു. 2-2 എന്ന സ്കോർ ലൈനിൽ നിന്ന മത്സരം എക്സ്ട്രാ ടൈമിന് ശേഷവും പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവുകയും ആദ്യ 5 എണ്ണവും പോർച്ചുഗൽ വലയെത്തിച്ചപ്പോൾ 4ാം എണ്ണം സ്പെയിനിൻ്റെ ക്യാപ്റ്റനായ അൽവാരോ മൊറാട്ടയ്ക്ക് പിഴച്ചു. അതോടുകൂടി പോർച്ചുഗൽ കപ്പ് ഉയർത്തുകയാണ് ഉണ്ടായത്. ഡിയാഗോ കോസ്റ്റയുടെ പ്രകടനം മികച്ചു തന്നെ നിന്നിരുന്നു. കളിയിലെ താരം ന്യൂനോ മെൻഡിസ് തന്നെ എല്ലാ രീതിയിലും ലാമിൻ യമാലിനെ പൂട്ടുകയാണ് ന്യൂനോ മെൻഡിസ് ആ മത്സരത്തിൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ അവസാനം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആഗ്രഹം പൂർത്തിയായിരിക്കുന്നു. മറ്റൊരു കിരീടം കൂടി 2016 ശേഷം വീണ്ടും ഇതാ പോർച്ചുഗൽ ഒരു കിരീടം ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 3ാം കിരീടം ഇനിയും ഉയർത്താനുള്ളത് ലോകകപ്പ് മാത്രം. അതിൽ വലിയൊരു പ്രചോദനം തന്നെയാണ് ഈ ഒരു നേഷൻസ് ലീഗ് വിജയം. ഇപ്പോൾ പോർച്ചുഗലിൻ്റെ നാഷണൽ ടീം ആകട്ടെ ചരിത്രത്തിൽ ഇതുവരെ 3 കിരീടങ്ങൾ മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആ 3 കിരീടങ്ങൾ നേടിക്കൊടുത്തത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അപ്പോൾ ഫോർ എവർ എ ലെജൻഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പ് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കണ്ടിനറിയാം എന്തായാലും നടക്കുക എന്ന്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്ത വീണ്ടും കാണാം.